നമസ്കാരം. എൻ്റെ പേര് ജിനി. ഞാൻ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇതിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മളൊരു പുതിയ വാഹനം വാങ്ങുമ്പോൾ, ഒരു പ്രൈവറ്റ് കാറോ അല്ലെങ്കിൽ ടൂ വീലർ വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. നമ്മൾ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കാരണം പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് വാഹനം വിൽക്കുന്ന ആളുകൾക്ക് വാഹനങ്ങളെക്കുറിച്ച് നല്ല അവബോധവും അതിനെക്കുറിച്ചുള്ള ജ്ഞാനമൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. എങ്കിലും ഇൻഷുറൻസ് ജസ്റ്റ് അവർക്കൊരു ഇൻസെൻറ്റീവ് പ്രോഡക്റ്റ് മാത്രമാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പല ആളുകൾക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവർ വലിയ ബോധവാന്മാരും അല്ല. അവർ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും മിസ് ചെയ്തു പോകാറുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനം വാങ്ങുന്ന സമയത്ത് വാഹനത്തെക്കാളും ഉപരി പ്രധാനപ്പെട്ടുള്ള വാഹനം ഓടിക്കുന്ന ആൾ, അതായത് വാഹനത്തിൻ്റെ ഓണർ, അവർക്കുള്ള കവറേജ് പല ആളുകളും വളരെ തുച്ഛമായ എമൗണ്ട് ആണെങ്കിലും ഇടാറില്ല. ഒരു വർഷത്തേക്കാണ്. കാരണം ഇത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒരു കാറാണെങ്കിൽ 3 വർഷത്തേക്കും ഒരു ടൂ വീലർ ആണെങ്കിൽ 5 വർഷത്തേക്ക് ഒരുമിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മറ്റ് പല ആഡ് ഓൺ കവറേജുകളും വാഹനത്തിന് കൊടുക്കുമ്പോഴും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പല ഇൻഷുറൻസുകളിലും പുതിയ വാഹനം വാങ്ങുമ്പോൾ ഇൻഷുറൻസ് പല ഡീലർഷിപ്പുകളും അല്ലെങ്കിൽ കൊടുക്കുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിൽ CP, അതായത് കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞ കാര്യം ഒരു വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് ഇട്ടാൽ ആകെ വരുന്ന കാര്യം 275 പ്ലസ് ടാക്സ്. ആ ഒരു എമൗണ്ട് ഒരു വർഷത്തേക്ക് വരുന്നുള്ളൂ. 15 ലക്ഷം രൂപ നമ്മുടെ RC ഓണർക്ക് ആക്സിഡന്റൽ ഡെത്തോ ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് നമുക്ക് കൊടുക്കും. അത് മറ്റൊരു വാഹനമായിട്ട് അപകടം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കേസ് നടത്തി നമുക്ക് പൈസ വാങ്ങാവുന്നതാണ്. പക്ഷേ മറ്റൊരു വാഹനമല്ലാതെ ഉണ്ടാവുന്ന അപകടങ്ങൾ, മറ്റൊരു വാഹനമായിട്ട് അല്ലാതെ ഉണ്ടാവുന്ന അപകടങ്ങൾക്ക് നമുക്ക് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും CP യും അതേപോലെ തന്നെ വാഹനങ്ങളിൽ മറ്റ് യാത്രക്കാർക്ക്, അതായത് ടൂ വീലർ ആണെങ്കിൽ പില്ലിയൻ റൈഡർ നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കാറാണെങ്കിൽ നമുക്ക് കോ പാസഞ്ചേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഓണർ ഡ്രൈവർക്കുള്ള കവറേജാണ്. അതാണ് ആളുകൾ പലപ്പോഴും ഒരു വർഷത്തേക്ക് ഇട്ടിട്ട് ഒഴിവാക്കി ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം. കാരണം 1, 2 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ഇവർ വണ്ടി വാങ്ങി ഇൻഷുറൻസ് പുതുക്കി. ഈ പുതുക്കുന്ന സമയത്ത് പുതിയ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഷുറൻസ് എപ്പോഴും വാഹനത്തിൻ്റെ ഓൺ ഡാമേജ് ആണ് നമ്മൾ പുതുക്കുന്നത്. അതായത് കാറിനാണെങ്കിൽ പിന്നീടുള്ള 3 വർഷത്തേക്ക് വണ്ടിക്കുള്ള കവറേജാണ് പുതുക്കുന്നത്. ടൂ വീലർ ആണെങ്കിൽ പിന്നീടുള്ള 4 വർഷത്തേക്ക് വണ്ടിക്കുള്ള കവറേജ്. ഇതിൽ ഈ CP നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അത് സെപ്പറേറ്റ് ഒരു പോളിസി ആയിട്ട് എടുക്കണം. ഈ CP എടുത്താൽ കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് കൊടുക്കാനുള്ള താല്പര്യവും കാണിക്കാറില്ല. ആളുകളോട് പറയാറില്ല. ഇനി പറഞ്ഞാൽ തന്നെ ആളുകളും ഗൗനിക്കാറില്ല. എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ എടുത്താൽ കുഴപ്പമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞത്, നമ്മളുടെ 1, 2 സുഹൃത്തുക്കൾ ഇതേപോലെ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം പിന്നീട് പുതുക്കിയിട്ട് എന്തോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവർ രണ്ടാമത് പുതുക്കിയിട്ടുണ്ടായിരുന്നത്. ഇയാൾക്കും അറിയില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ CPA ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് വലിയ ജ്ഞാനമില്ല. ആക്സിഡന്റ് ആയി ആൾ മരിക്കുകയുണ്ടായി. മരിച്ച് കഴിഞ്ഞിട്ട് മരിച്ചത് വണ്ടി സ്കിഡായി കാണയിൽ വീണിട്ടാണ് ആൾ മരിച്ചത്. മരിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫാമിലിക്ക് നഷ്ടപരിഹാരമായിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. വണ്ടിയിൽ നിന്ന് നമുക്ക് കാശ് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് നഷ്ടപ്പെട്ടത് ആളാണ്. നഷ്ടപ്പെട്ട ആളുടെ എത്ര പൈസ കിട്ടിയാലും അത് നമുക്ക് നികത്താൻ പറ്റില്ല. എങ്കിൽ കൂടി അയാളുടെ ഫാമിലിക്ക് എന്തെങ്കിലും കിട്ടേണ്ട, ചെറുപ്പക്കാരനാണ്. അപ്പോൾ കിട്ടേണ്ട ഒരു ലംസമായിട്ട് കിട്ടേണ്ട ഒരു എമൗണ്ട് ഇത് കാരണം നഷ്ടപ്പെടുകയുണ്ടായി. അതാണ് പ്രധാനമായിട്ടും CP നിർബന്ധമായിട്ടും എല്ലാവരും, നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൽ നിർബന്ധമായിട്ട് അവരോട് പറയുക. കാറാണെങ്കിൽ എനിക്ക് എല്ലാ വർഷത്തേക്കും CP ഇടുക. നിങ്ങൾ ഇവിടെ എടുക്കുന്നു എന്നുള്ളതല്ല, എടുക്കുന്ന സമയത്ത് അവരോട് പറയാം 3 വർഷത്തേക്ക് നിർബന്ധമായിട്ട് CP വേണം. നിങ്ങൾ പരിശോധിക്കുക. കാറാണെങ്കിലും ടൂ വീലർ ആണെങ്കിലും 5 വർഷത്തേക്ക് നിർബന്ധമായും CP വേണം എന്ന് പറയാം. കാരണം നിങ്ങൾ വലിയൊരു എമൗണ്ട് വണ്ടിക്കായിട്ട് മുടക്കിയിട്ട് ചെറിയൊരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഇത് നഷ്ടപ്പെടുന്നത്. പിന്നെ വണ്ടിക്ക് ഒരുപാട് ആഡ് ഓൺ കവറേജസ് ഉണ്ട്. അതായത് നമ്മൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. കാരണം നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറയുന്നത്, IDV എന്ന് പറയുന്നത് എക്സ് ഷോറൂം വിലയിൽ നിന്ന് 5% കുറച്ചിട്ടുള്ള തുകയാണ്. അപ്പോൾ ഈ 5% കുറച്ചിട്ടുള്ള തുകയാണ് ഇതിൽ കാണിക്കുന്നത്. തൊട്ട് നമുക്കിപ്പോൾ വണ്ടി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൽ ടോട്ടൽ ലോസ് വരും എന്നുള്ളത് പേടിയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ടാക്സിൻ്റെ എമൗണ്ടും ഇൻഷുറൻസിൻ്റെ എമൗണ്ടൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അത് പരിപൂർണമായിട്ടും നമുക്ക് എന്താണ് ഓൺ റോഡ് പ്രൈസ് അത് നമുക്ക്
നമുക്ക് റിട്ടേൺ ടു ഇൻവോയ്സ് എന്നുള്ള ആഡ് ഓൺ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് അഡീഷണൽ പ്രീമിയം വരും. അതിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഫ്ലഡ് പോലുള്ള കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിൻ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാണ്, ക്ലെയിംസ് കാര്യങ്ങൾക്ക് ഉപകാരമാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റ് പല ആഡ് ഓൺ കവറേജസും ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ഇപ്പോൾ റിന്യൂവൽസ് ആണെങ്കിലും പുതിയ വണ്ടി എടുക്കുന്ന കേസ് ആണെങ്കിലും ഇപ്പൊ നിലവിൽ എല്ലാ കമ്പനികൾക്കും ബമ്പർ ടു ബമ്പർ എടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ക്ലെയിംസ് എന്നുള്ള സംഭവമാണ്. നോർമലി 2 ക്ലെയിമുകൾക്കാണ് ബമ്പർ ടു ബമ്പർ കൊടുക്കാറ്. അത് എടുക്കുന്ന സമയത്ത് നമുക്കതിൽ ഓപ്ഷൻ ഉണ്ടാവും 2 ക്ലെയിംസ്, 4 ക്ലെയിംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്ലെയിംസ്, അതിൽ കൂടുതൽ ക്ലെയിംസ്, അൺലിമിറ്റഡ് നമ്പർ ഓഫ് ക്ലെയിംസ്. അപ്പോൾ ഈ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ക്ലെയിംസ് എടുത്താൽ എത്ര ക്ലെയിംസ് ബമ്പർ ടു ബമ്പർ ഒരു വർഷത്തെ വന്നാലും നമുക്ക് കിട്ടും. 2 എടുത്തു കഴിഞ്ഞാൽ 2 എണ്ണമാണ് ബമ്പർ ടു ബമ്പർ ഇട്ട, പിന്നെയുള്ളത് ഫുൾ കവറിലായിരിക്കും സെറ്റിൽ ആവുക. പിന്നെ 4 എടുത്താൽ 4 ക്ലെയിംസ് നമുക്ക് ബമ്പർ ടു ബമ്പർ സെറ്റിൽ ചെയ്യും. പിന്നീട് വരുന്നത് നമുക്ക് ഫുൾ കവറിലായിരിക്കും സെറ്റിൽ ചെയ്യുക. അതായത് വണ്ടിയുടെ നമ്മുടെ ക്ലെയിം എമൗണ്ടിൻ്റെ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും സെറ്റിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ വണ്ടിയാണെങ്കിലും പുതുക്കുന്ന സമയത്തും നമ്മൾ ആ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, അത് പ്രൈവറ്റ് വാഹനങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്, അതിൽ നമ്പർ ഓഫ് ക്ലെയിംസ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. എത്രയാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ടത്. കാരണം എല്ലാവരും ധാരണ ഒരു വാഹനം ഇപ്പോൾ അപകടത്തിൽ വീഴുകയാണെങ്കിൽ നമ്മൾ അത് ഒറ്റ അപകടമായിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെന്നില്ല. അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് ആക്സിഡൻ്റ് ആണെങ്കിൽ അത് ഒരു ക്ലെയിമാണ്. നമ്മളൊരു വാഹനം ഫ്രണ്ട് തട്ടുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു വാഹനം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ക്ലെയിം ആയിട്ടാണ് കൂട്ടുന്നത്. പുറകിൽ നിന്ന് സൈഡിൽ നിന്നുള്ളൊരു ക്രാഷ് സംഭവിക്കുകയാണെങ്കിൽ ഒരു അപകടത്തിൽ തന്നെ 3 ഡയറക്ഷനിലുള്ള ക്രാഷ് സംഭവിക്കുകയാണെങ്കിൽ 3ആയിട്ടായിരിക്കും കൂട്ടുക. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ആളുകൾ പല സമയത്തും കൺഫ്യൂഷനിലാവാറുണ്ട്. ക്ലെയിംസ് വരുമ്പോൾ പൈസ കിട്ടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരാറുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ CPൻ്റെ കാര്യമാണ് പറയണമെന്ന് ഉദ്ദേശിച്ചത്. കാരണം ഏറെ വേദനിപ്പിച്ചൊരു സംഭവമാണ് ഇത്. 1-2 കേസുകൾ വന്നപ്പോഴേക്കും പല ഇൻഷുറൻസിലും ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കൊടുത്ത സമയത്ത്. എടുക്കുന്ന സമയത്ത് ഇവർ ശ്രദ്ധിക്കത്തുമില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എടുക്കാം. ഇപ്പോൾ എടുക്കുന്ന സമയത്താണെങ്കിലും പലപ്പോഴും ആളുകൾ ഇതിനെക്കുറിച്ച് പറയാറില്ല. കാരണം CPL ആരും ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് ഗുണമില്ലാത്തതുകൊണ്ടാണ് ആളുകൾ പറയാത്തത്. കാരണം അവരുടെ സമയം പോകുന്നു എന്നല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഇതിൽ ചെയ്യുന്നതുകൊണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പ്രധാനമായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ആഡ് ഓൺ കവറേജസ് ഉണ്ട് നമുക്ക് വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന. ടയർ സെക്യൂർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് അതേപോലെ മറ്റ് പല ഓപ്ഷനുകളും ഉണ്ട്. നമുക്ക് നോ ക്ലെയിം ബോണസ് നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്സ് നഷ്ടപ്പെട്ടാലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ. ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ കൺസ്യൂമബിൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ബമ്പർ ടു ബമ്പർ എടുക്കുമ്പോൾ എപ്പോഴും കൺസ്യൂമബിൾസ് എന്തായാലും എടുക്കുക. കാരണം നിങ്ങളുടെ കൺസ്യൂമബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നട്ട് ബോൾട്ടുകൾ, പിന്നെ കൂളൻ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൺസ്യൂമബിൾസ് വരുന്നതാണ്. അപ്പോൾ അതിനുള്ള കോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് കൺസ്യൂമറിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ബമ്പർ ടു ബമ്പർ എടുക്കുമ്പോൾ എപ്പോഴും കൺസ്യൂമറിലൂടെ ആഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ബേസിക്കലി പറയാനുണ്ടായിരുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണെങ്കിൽ അതിൽ ബമ്പർ ടു ബമ്പർ എടുക്കാം. അതിൻ്റെ കൂടെ IMT23 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. IMT23 അത് ആഡ് ചെയ്യുക. IMT23 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മഡ് ഗാർഡ്സ്, അതേപോലെ തന്നെ ഫൈബർ പാർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അഡീഷണൽ നമുക്ക് കവറേജ്, അതായത് നമുക്ക് ഒരു അഡീഷണൽ എമൗണ്ട് കൂടി നമുക്ക് ക്ലെയിമിൽ കിട്ടും. കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് മാത്രമാണ് അത് ബാധകമായിട്ടുള്ളത്. ബാക്കി പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ബാധകമല്ല. IMT23 ആഡ് ചെയ്തതിന് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ഫുൾ കവർ എടുക്കുന്നവരെല്ലാവരും ശ്രദ്ധിച്ചെടുക്കുക. ബമ്പർ ടു ബമ്പറിൽ എല്ലാ ഇതിലും ബാധകമല്ല. പാസഞ്ചർ കാർ ആണെങ്കിൽ നമുക്ക് 5 സീറ്ററിന് മേലേക്കാണ് IMT23 നിർബന്ധമായിട്ടുള്ളത്. ഗുഡ്സ് വണ്ടിക്കാണെങ്കിൽ IMT23, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ IMT23 നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ എടുക്കാൻ നിർബന്ധമല്ല. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ വ്യത്യാസമുണ്ടാകും. കിട്ടുന്ന എമൗണ്ടിൽ നല്ലൊരു വ്യത്യാസം വരും IMT23 എടുത്തു കഴിഞ്ഞാൽ. ടയർ ട്യൂബ്, അതേപോലെ തന്നെ മഡ് ഗാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഫൈബർ പാർട്സ് കാര്യങ്ങളൊക്കെ ആ ഒരു വ്യത്യാസമാണ്. പെയിൻറ്റിങ് കാര്യങ്ങൾക്ക് വ്യത്യാസമാണ് കിട്ടുന്ന എമൗണ്ട്. ഇതാണ് ഞാൻ ബേസിക്കലി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് റിലേറ്റഡ് സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിക്കുക. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. 99 47 611 578. നമുക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് റിലേറ്റഡ് സംശയങ്ങളോ അല്ലെങ്കിൽ എടുക്കുന്നതിനായിട്ട് വിളിക്കാം. താങ്ക് യു.